കുറച്ച് ദിവസമായി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ അധികം ദിവസമൊന്നും ഇല്ലല്ലോ. ജൂൺ 1 സ്കൂൾ ഓപ്പൺ ആവുമ്പോഴാണ്. അപ്പം അതിനു മുമ്പ് നമ്മൾ പിള്ളേർക്ക് വേണ്ടി മേടിച്ച സാധനങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കാരണം ഇതുവരെ ഡൽഹിയിൽ പോയിരുന്ന സ്കൂളിൽ ആണ് ഇപ്രാവശ്യം അമ്മൂൻ പോകുന്നത്. അപ്പം ഇതുവരെ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ചെറിയ സ്കൂളിലാണ് അമ്മ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പം ഡൽഹിയുടെ സ്കൂളിലൊക്കെ ചേർത്തു. കാരണം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അത്രയും വലിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊന്നും. എങ്കിലും കുഴപ്പമില്ല. ബുക്സും പുസ്തകമൊക്കെ ആക്ച്വലി ഇവിടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ബുക്സും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ കിട്ടുന്നത് കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ചു കേട്ടോ. ഇതാണ് സ്കൂളിൽ നിന്ന് തന്നെ ഒരു ബൈൻഡിങ് പേപ്പറും ബുക്കും പിന്നെ നെയിം സ്ലിപ്പും എല്ലാം കിട്ടും. അത് വിട്ട് നമ്മൾ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 പേർക്കുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ബുക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. ഡെനീറ്റയുടെ മാത്രമാണ് ഇത് ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ ഇത്രയും ഉണ്ട് നോട്ട് ബുക്ക്. കാരണം സെമസ്റ്റർ ബേസ് ആയതുകൊണ്ട് ഒരുപാട് ബുക്സും ഇത്രയും ബുക്സാണ്. അപ്പം എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് പൊതിഞ്ഞിരിക്കുന്നത്. അമ്മൂൻ്റെയാണ് അത് കേട്ടോ. അമ്മൂനും ഉണ്ട് ഒരുപാട് ബുക്സും ടെക്സ്റ്റ് ബുക്സും ഒക്കെ. ഇനി എന്തൊക്കെയോ കിട്ടാനും ഉണ്ട്. അപ്പം പിന്നെ ബുക്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ അവിടെ നിന്ന് തന്നെ തന്നു. പിന്നെ നമ്മൾ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ബാഗൊക്കെ മേടിച്ചു. എന്നാലും ഇപ്രാവശ്യം പിന്നെയും അമ്മൂന് പുതിയ സ്കൂളിലോട്ട് പോകുമ്പോൾ വാങ്ങിച്ചത് കൊണ്ട് ഡെലിവറിക്ക് വാങ്ങിച്ചു. ഇതാണ് ഡെലിവറിക്ക് മേടിച്ച ബാഗ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ റെയിൻകോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി ബാഗ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള സംഭവം. അപ്പം ഇതാണ് ഡെലിവറിയുടെ ബാഗ്. ഇത് അമ്മൂൻ്റെ ബാഗ് കേട്ടോ. അമ്മൂന് ഈ കളർ തന്നെ മതി, ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അമ്മൂന് ഈ ബാഗ് മേടിച്ചത്. ഇതാണ് അമ്മൂൻ്റെ ബാഗ്. അപ്പം പിന്നെ 2 പേർക്ക് ലഞ്ച് ബാഗ് മേടിച്ചിട്ടുണ്ട്. 2 പേർക്ക് ലഞ്ച് ബാഗ് മേടിച്ചിട്ടുണ്ട്. ഇതാണ് സെയിം ലൂണാസിൻ്റെ ആണ് മേടിച്ചത്. 2 പേർക്ക് ഒരുപോലത്തെ കളർ മാത്രം ചേഞ്ചസ് ഉള്ളൂ. 2 പേർക്ക് ലഞ്ച് ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തിൽ ലഞ്ച് ബോക്സ് ഇതാണ് അമ്മൂന് മേടിച്ച ബോക്സ് കേട്ടോ. കാരണം ഇതിനകത്തിലാകുമ്പം സ്നാക്സും ഒക്കെ വയ്ക്കാം. പാത്രമുണ്ട്. ഹീറ്റൊക്കെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഹെൽത്തിയുടെയൊക്കെയാണ്. പിന്നെ ഇത് ഡേറ്റമോൾക്ക് മേടിച്ച ബോക്സാണ് കേട്ടോ. ഇതിനകത്തിനുമുണ്ട് സ്നാക്സിൻ്റെ ഇതൊക്കെയുള്ള സംഭവമാണ്. ബോക്സൊക്കെ ഉണ്ട്. അപ്പം പിന്നെ കാരണം ഇത് കൂടാതെ നമ്മൾ ഇനിയും 2 ബോക്സ് കൂടെ മേടിച്ചിട്ടുണ്ട്. അത് എടുത്തില്ല, അപ്പുറത്തിരിപ്പുണ്ട്. കാരണം ഇവർക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടി വേണം. അപ്പം ഇത് 2 പേരുടെയും ലഞ്ച് ബോക്സ്. പിന്നെ വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മൂന് മേടിച്ച വാട്ടർ ബോട്ടിൽ. ഇത് ഡെനീറ്റയ്ക്ക് മേടിച്ച വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇപ്പം അമ്മു കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത വാട്ടർ ബോട്ടിൽ തന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റി അമ്മൂന് മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എക്സ്ട്രാ കുറച്ച് കുപ്പികൾ മേടിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡെനീറ്റ ഈ കൊണ്ട് കളയുന്ന സ്വഭാവമുണ്ട്. കഴിഞ്ഞ വർഷവും കുറേ ബോട്ടിൽ കൊണ്ട് കളഞ്ഞു. അപ്പം അതിനുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ബോട്ടിലുകൾ മേടിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി. പിന്നെ അത് കഴിഞ്ഞാൽ ഇതാണ് സ്നാക്സ് ബോക്സ് കേട്ടോ. കാരണം ഇവർക്ക് 2 പ്രാവശ്യം കൊണ്ടുപോകണം. സ്നാക്സും കൊണ്ടുപോകണം, ലഞ്ചും കൊണ്ടുപോകണം. അപ്പം സ്നാക്സ് ബോക്സ് ആണ് ഇത് രണ്ടും. 2 പേർക്കും കളർ വ്യത്യാസത്തിലാണ് മേടിച്ചത്. എല്ലാം സെയിം ടൈപ്പാണ്, പക്ഷെ കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് മേടിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻസിൽ ബോക്സ്. അമ്മൂന് മേടിച്ച പെൻസിൽ ബോക്സ് ആണ് ഇത്. ഇതിനകത്ത് തന്നെ നമ്മുടെ പെൻസിലും സ്കെയിലും എല്ലാ സംഭവങ്ങളും ഉള്ള ടൈപ്പ് കേട്ടോ. ഇതൊക്കെ അമ്മു സെലക്ട് ചെയ്താണ്. അമ്മൂന് വേണം, ഇതേ ടൈപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മു ചൂസ് ചെയ്തെടുത്തതാണ്. ബെനീറ്റയ്ക്ക് പിന്നെ നോർമലി ഇങ്ങനത്തെ പൗച്ചാണ് മേടിച്ചേക്കുന്നത്. കാരണം അവൾക്ക് അങ്ങനത്തെ മതിയെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി വലിയ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒക്കെ വേണം. അതുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റ് ബോക്സും മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഡെനീറ്റയുടെ പൗച്ച്. പിന്നെ അതുകൂടാതെ അവിടെ സ്കൂളിൽ ഷൂസ്, ബ്ലാക്ക് ഷൂ നിർബന്ധമാണ്. ബ്ലാക്ക് ഷൂ മേടിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. ക്യാംലി സ്കോളർ. ഇതൊക്കെ പണ്ട് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഉപയോഗിച്ച ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ അപ്പം പിന്നെ വേറെന്തായിരുന്നു, പിന്നെ യൂണിഫോമും ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ
ഷൂ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 2 പേർക്കും ഷൂ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഷൂ ആണ് മേടിക്കുന്നത്. ഇവിടെ സ്കൂളിൽ മസ്റ്റാണ് കേട്ടോ, ഇങ്ങനത്തെ ഷൂ തന്നെ വേണമെന്ന്. അതുകൊണ്ട് ഇങ്ങനത്തെ ഷൂ മേടിച്ചിട്ടുണ്ട്. 2 പേർക്കും ഒരുപോലത്തെ ഷൂസാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ വേറെന്താ മേടിച്ചേ? പിന്നെ യൂണിഫോം ബാക്കി സ്വെറ്ററുകൾ, അത് കഴിഞ്ഞിട്ട് ഷോർട്സ്, അതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ് തരുന്നത്. അപ്പം അതുകൊണ്ട് അതൊന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരത്തില്ല. പിന്നെ ഷൂസ് മാത്രം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പണിയെന്ന് വെച്ചാൽ ഇത് ബുക്കിലെല്ലാം ഇരുന്ന് പേരെഴുതണം. അപ്പം സബ്ജക്റ്റൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ എഴുതുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പേര് മാത്രം, അവരവരുടെ പേര് മാത്രം എഴുതി കൊടുക്കണം. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്ത് ഇതൊക്കെയാണ്. അപ്പം നിങ്ങളൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞോ? അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അപ്പം ഇതുവരെ മുമ്പോട്ട് പോയത്. ഇനി മുമ്പോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തന്ന് തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും, തിരുത്തും. അപ്പം ഞങ്ങളുടെ ഫാമിലിയുടെ ചെറിയൊരു വീഡിയോ ആണ്. അമ്മൂമ്മ ബൈ പറഞ്ഞേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.